ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മാനേജറിയൽ എക്കണോമിക്സ് തുടങ്ങാൻ പോവുകയാണ്. ബിസിനസ്സിൻ്റെയും എല്ലാ എൻജിനീയറിംഗുകാർക്കും ഇമ്പോർട്ടൻ്റ് ആയൊരു പേപ്പറാണ്. എൻജിനീയറിംഗുകാർക്കും ബിസിനസ്സുകാർക്കും ബികോമുകാർക്കും ഇമ്പോർട്ടൻ്റ് ആയൊരു പേപ്പർ ഞാൻ തുടങ്ങാൻ പോവുകയാണ്. മാനേജറിയൽ എക്കണോമിക്സ്, അതിൻ്റെ മൊഡ്യൂൾ 1. നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ, ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്, എക്കണോമിക് സിസ്റ്റം, മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്, nature and scope of managerial economics, incremental discounting, opportunity cost, time and equi marginal concept, business decision making, certainty, risk and uncertainty, application of economics in managerial decision making നെ പറ്റിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമുക്ക് എന്താണ് എക്കണോമിക്സ് എന്ന് നോക്കിയാലോ. എക്കണോമിക്സിൻ്റെ ആൽഫ്രഡ് മാനാണ് എക്കണോമിക്സിൻ്റെ ഫാദർ ഓഫ് എക്കണോമിക്സ്. Economics is the study of how societies use scarce resources to produce valuable commodities and distribute them among different people. എക്കണോമിക്സിൻ്റെ ടേം നമുക്കൊന്ന് നോക്കാം. രണ്ട് ഗ്രീക്ക് വേർഡ്സ് എന്നുള്ള ഇതാണ്. ഓക്കിയോസ്, OIKOS, എ ഹൗസ്, നെമിൻ, ടു മാനേജ്. ഒയ്ക്കോസ് എന്ന് വെച്ചാൽ എ ഹൗസ്, ടു മാനേജ് എന്നാണ്. എക്കണോമിക്സിന് 2 ഗ്രീക്ക് വേർഡ്സ്, നെമീൻ, ടു മാനേജ്. ഇതാണ് പറഞ്ഞേക്കുന്നത് 2 ഗ്രീക്ക് വേർഡ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആഡം സ്മിത്ത്, an inquiry into the nature and cause of the wealth of nations. നേഷൻസിന് വെൽത്ത് ഉണ്ടാക്കി. അടുത്തതാണ് ആൽഫ്രഡ് മാർഷൽ, ഫാദർ ഓഫ് എക്കണോമിക്സ്. Economics is a study of mankind in the ordinary business of life. It examines that part of individual and social action which is closely connected with the attainment and use of the material requisites of well-being. ആൽഫ്രഡ് മാർഷലിൻ്റെ ഡെഫിനിഷനാണ് എക്കണോമിക്സിൻ്റെ. അടുത്ത മോർ റീസെൻ്റ്ലി 1932 ലയണൽ റോബിൻസൺ ഉണ്ടാക്കിയ ഡെഫിനിഷനാണ്. എക്കണോമിക്സ് ഈസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ends and scarce means which have alternative uses. ലയണൽ റോബിൻസൺസ് ചെയ്തത് ഡെഫിനിഷൻ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പോയിൻറ്റ്സ് പറയാം. എഫിഷ്യൻറ്റ് യൂസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്, അൺലിമിറ്റഡ് വാണ്ട്സ്, ലിമിറ്റഡ് മീൻസ്, ഹാവിങ് ഓൾട്ടർനേറ്റീവ് യൂസസ്. നമുക്കൊന്ന് വൈ സ്റ്റഡി എക്കണോമിക്സ് ഒന്ന് നോക്കിയാലോ. To understand the world better, you will begin to understand the cause of many of the things that affect your life. To gain self-confidence, you will lose that feeling that mysterious, inexplicable forces are shaping your life for you. To achieve social change, understand origins of social problem and design more effective solutions. To help prepare for other careers, you will discover that a wide range of careers deal with economic issues on many levels. നമുക്കൊന്ന് മൈക്രോ എക്കണോമിക്സ്, the branch of economics that analyzes the market behavior of individual consumers and firms in an attempt to understand the decision making process of firms and households. It is concerned with the interaction between individual buyers and sellers and the factors that influence the choices made by buyers and sellers. Macroeconomics, the field of economics that studies the behavior of the aggregate economy. Macroeconomics examine economic-wide phenomena such as
ചേഞ്ചസ് ഇൻ അൺഎംപ്ലോയ്മെൻറ്റ്, നാഷണൽ ഇൻകം, റേറ്റ് ഓഫ് ഗ്രോത്ത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഇൻഫ്ലേഷൻ, പ്രൈസ് ലെവൽ ഒക്കെ ഇതിൽ കൂടിയാണ് അറിയുന്നത്. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് വരുമ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന് വരുമ്പോൾ ഇൻഫ്ലേഷൻ എല്ലാം വരും, നാഷണൽ ഇൻകം എല്ലാം, അൺഎംപ്ലോയ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇനി അൺഎംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ചെയ്യാനും. പിന്നെ അടുത്ത മൈക്രോ എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്, മാക്രോ എക്കണോമിക് പ്രോബ്ലം, ബേസിക് എക്കണോമിക് മൈക്രോ ഉണ്ട്, മാക്രോ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മൈക്രോ എക്കണോമിക് പ്രോബ്ലംസ് വരുമ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. മൈക്രോ എക്കണോമിക്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. All goods and services are not equally valued in terms of their utility by consumers. Since all goods and services cannot be produced and all that is produced may not bought, the problem of choice between the commodities arises. Problem of what to produce, how much to produce. Problem of determining the quantity of each commodity and service to be produced arises due to scarcity of resources. അടുത്ത പോയിൻ്റാണ് സർപ്ലസ് പ്രൊഡക്ഷൻ വുഡ് മീൻ വേസ്റ്റേജ് ഓഫ് സ്കെയർ റിസോഴ്സസ്. മാക്രോ എക്കണോമിക് പ്രോബ്ലംസ് നമുക്കൊന്ന് സംസാരിച്ചാലോ. ഹൗ ടു പ്രൊഡ്യൂസ്, ഇറ്റ് ഈസ് ദ പ്രോബ്ലം ഓഫ് ദ ചോയ്സ് ഓഫ് ടെക്നിക്. ഹിയർ ദ പ്രോബ്ലം ഈസ് to determine the optimum combination of inputs and labor and capital. ജോലിക്കാരും വേണം, ഫണ്ടും വേണം, സ്വത്തും ഫണ്ടും എല്ലാം വേണം. Also another factor is that a given quantity of a commodity can be produced with a number of alternative techniques. ഇത്രയേ ഉള്ളൂ. അടുത്തത് for whom to produce. All goods and services are produced by business firm. The total output generated is called the society's total output or national output. The problem is how is this output shared among the households, or what determines the share of each household ആണ് for whom to produce പറയുന്ന. ഇനി അടുത്ത മാക്രോ എക്കണോമിക് പ്രോബ്ലംസ് നമുക്കൊന്ന് സംസാരിച്ചോളാം. ഹൗ ടു ഇൻക്രീസ് production capacity, how to stabilize the economy, unemployment, inflation, balance of payment. ഇവിടെ ഉണ്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. നമുക്ക് എന്താണ് എക്കണോമിക് സിസ്റ്റത്തെ പറ്റി ഒന്ന് സംസാരിച്ചോളാം. ആൻ എക്കണോമിക് സിസ്റ്റം ഡിസ്ക്രൈബ്സ് ഹൗ എ കൺട്രീസ് എക്കണോമി ഈസ് ഓർഗനൈസ്ഡ്. ബിക്കോസ് ഓഫ് ദ പ്രോബ്ലം ഓഫ് സ്കെയർസിറ്റി, എവറി കൺട്രി നീഡ്സ് എ സിസ്റ്റം ടു ഡിറ്റർമൈൻ ഹൗ ടു യൂസ് ഇറ്റ്സ് productive resources. Scarcity, not having enough of something. Economic system types: free enterprise economies, government controlled or command economies, mixed economies. Free enterprise economies, an economic system in which production and distribution questions are answered by prices and profits, supply and demand. Most of the resources are owned by private citizens. Economic decisions are based on free enterprise. Competition between companies. Important economic questions are not answered government but by individuals. Government does not tell a business what goods to produce or what price to charge. ഫ്രീ എൻ്റർപ്രൈസ് എക്കണോമീസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കുക. ഹൂ ഡിസൈഡ്സ് വാട്ട് ടു പ്രൊഡ്യൂസ്? ബിസിനസ്സസ് ബേസ് ഡിസിഷൻസ് ഓൺ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആൻഡ് ഫ്രീ എൻ്റർപ്രൈസ്. ഹൂ ഡിസൈഡ്സ് ഹൗ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്? Businesses decide how to produce goods. Who are the goods and services produced for? Consumers. അത്രയേ ഉള്ളൂ. അടുത്ത ഫ്രീ എൻ്റർപ്രൈസ് എക്കണോമീസ് നോക്കാം. പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൈവറ്റ് ഗെയിൻസ് ആസ് മോട്ടിവേറ്റിംഗ് ഫോഴ്സ്. ഫ്രീഡം ഓഫ് ചോയ്സ്. പ്രൊഡ്യൂസ്
ആൻഡ് കൺസ്യൂം. അത്രയേ ഉള്ളൂ. ഫ്രീഡം ഓഫ് ഒക്യുപ്പേഷണൽ ചോയ്സ്. ടു എംപ്ലോയ് റിസോഴ്സസ്, എംപ്ലോയീസിനെ റിസോഴ്സ് ഇറക്കുക. ഫ്രീ കോമ്പറ്റീഷൻ, മത്സരം നടക്കും. The USA is a close resemblance of a free enterprise economy. USA അങ്ങനെയാണ്, ക്ലോസ് റിസംബ്ലൻസ് ഓഫ് എ ഫ്രീ എൻ്റർപ്രൈസ് എക്കോണമി. അത്രയാണ്. ഗവൺമെൻറ് കൺട്രോൾഡ് ഓർ കമാൻഡ് എക്കോണമീസ്. ഗവൺമെൻറ് കൺട്രോളിലും ആണ്, അല്ലാതെ പ്രൈവറ്റിലും, രണ്ടിലും പെട്ടവരും. ഗവൺമെൻറ് മേക്സ് ഓൾ എക്കണോമിക് ഡിസിഷൻ ഓൺ മോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടി. Governmental planning groups determine such things as the prices of goods, services and the wages of workers. This system has not been very successful and more countries are abounding it. നമുക്കൊന്ന് ഗവൺമെൻറ് കമാൻഡ് എക്കോണമീസ് നോക്കിയാലോ. Who decides to produce? Government makes all economic decision. Who decides how to produce goods and services? Government decides how to make goods and services. അത്രയേ ഉള്ളൂ. Who are the goods and services services produced for? Whoever the government decides to give them to. അത്രയേ ഉള്ളൂ. നമ്മളൊന്ന് ഗവൺമെൻറ് കൺട്രോൾഡുമാണ് കമാൻഡ് കൺട്രോൾ. Countries with communist governments have command economies. Examples: they are truly pure command economies system, but close countries are North Korea and former Soviet Union, ക്യൂബയൊക്കെ വരും. അടുത്തതാണ് ജർമ്മനി ആൻഡ് റഷ്യ ഹാവ് മൂവ്ഡ് അവേ ഫ്രം ഹാവിങ് എ കമാൻഡ് എക്കോണമി സിൻസ് 1991. നൗ ദേ ഹാവ് എ മിക്സഡ് എക്കോണമിയാണ് ജർമ്മനിയിലും റഷ്യയിലും. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. മിക്സഡ് എക്കോണമീസ് ഫ്രീ പ്ലസ് കമാൻഡ് ഈക്വൽ മിക്സഡ്, അതാണ് ഫോർമുല. ദർ ആർ നോ പ്യുവർ കമാൻഡ് ഓർ മാർക്കറ്റ് എക്കോണമീസ്. ദസ് ടു സം ഡിഗ്രി all modern economies exhibit characteristics of both systems and are often referred to as mixed economies. Most economies are closer to one type of economic system than another. Businesses own most resources and determine what and how to produce, but the government regulates certain industries. മിക്സഡ് എക്കോണമീസിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. ഹൂ ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ്? ബിസിനസ്സസ്. ഹൂ ഡിസൈഡ്സ് ഹൗ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്? ബിസിനസ്, ബട്ട് ദ ഗവൺമെൻറ് റെഗുലേറ്റ്സ് സർട്ടൻ ഇൻഡസ്ട്രീസ്. ഹൂ ആർ ദ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഫോർ കൺസ്യൂമേഴ്സ്? മിക്സഡ് എക്കോണമി, ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. മിക്സഡ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമീസ് US, UK, ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ. മിക്സഡ് സോഷ്യലിസ്റ്റിക് എക്കണോമീസ് ഇന്ത്യ, റഷ്യ, ചൈന. നമുക്കൊന്ന് മാനേജ് എക്കണോമിക്സിൻ്റെ എഡ്വിൻ മാൻഫീൽഡ് കൊടുത്തൊരു ഡെഫിനിഷൻ ഒന്ന് നോക്കിയാലോ. അത് നമുക്കൊന്ന് സംസാരിച്ചാലോ. മാനേജ് എക്കണോമിക്സ് ഈസ് കൺസേൺഡ് വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് കൺസെപ്റ്റ് ആൻഡ് എക്കണോമിക് അനലിസിസ് ടു ദ പ്രോബ്ലം ഓഫ് ഫോർമുലേറ്റിംഗ് റാഷണൽ മാനേജൽ ഡിസിഷൻ. എക്കണോമിക് കൺസെപ്റ്റും ഉണ്ട്, എക്കണോമിക് അനലിസിസ് ടു ദ പ്രോബ്ലംസിനെ അനലൈസ് ചെയ്ത് ഒരു ഫോർമുലേറ്റിംഗ് ഒരു മാനേജൽ ഡിസിഷൻ എടുക്കുന്ന എഡ്വിൻ മാനേജൽ എക്കണോമിക്സിൽ പറഞ്ഞിരിക്കുന്ന. നമുക്കടുത്ത മാനേജ് എക്കണോമിക്സ് സ്പെൻസർ ആൻഡ് സെഗ്മെൻറ്റ് ചെയ്തത് ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് എക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസ് ഫോർ ദ പർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ഫോർവേഡ് പ്ലാനിംഗ് ബൈ ദ മാനേജ്മെൻറ്റ്. സ്പെൻസർ ആൻഡ് സൈഗാൽമാൻ ചെയ്തൊരു ഡെഫിനിഷനാണ്. അടുത്ത മാനേജൽ ഡേവിസ് ആൻഡ് ചേഞ്ച്. മാനേജ് എക്കണോമിക്സ് സപ്ലൈസ് ദ പ്രിൻസിപ്പിൾ ആൻഡ് മെത്തേഡ്സ് ഓഫ് എക്കണോമിക്സ് ടു അനലൈസ് പ്രോബ്ലം ഫേസ്ഡ് ബൈ മാനേജ്മെൻറ്റ് ഓഫ് എ ബിസിനസ് ഓർ അതർ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. പലതരം ഓർഗനൈസേഷൻസ് ഉണ്ട്. ആൻഡ് ഹെൽപ്പ് ടു ഫൈൻഡ് സൊല്യൂഷൻസ് കണ്ടെത്തി ദാറ്റ് അഡ്വാൻസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇതും ഒരു ഡെഫിനിഷനാണ്. നമ്മൾ നേച്ചർ ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, നോർമാറ്റീവ് എക്കണോമിക്സ്,
Pragmatic uses theory of the firm, takes the help of macroeconomics, aims at helping the management. നമുക്കൊന്ന് സ്കോപ്പ് ഓഫ് മാനേജ് എക്കണോമിക്സ് നോക്കാം. ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ്, പ്രൈസിംഗ് ഡിസിഷൻ, പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്, പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. നമുക്കൊന്ന് സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ഒന്ന് നമുക്ക് സംസാരിച്ചാലോ. ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. എ ബിസിനസ് ഫേം ഈസ് ആൻ എക്കണോമിക് ഓർഗനൈസേഷൻ ദാറ്റ് ട്രാൻസ്ഫോംസ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ഇൻറ്റു ഗുഡ്സ് ദാറ്റ് ആർ ടു ബി സോൾഡ് ഇൻ എ മാർക്കറ്റ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫോർ മേക്കിംഗ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ഫ്യൂച്ചർ സെയിൽസ്, essential for preparing production schedule and employing productive resources, helps to identify factors that influence demand for a product. അപ്പോൾ അടുത്തത് എന്നിരിക്കുന്നത് സ്കോപ്പ് ഓഫ് മാനേജ് എക്കണോമിക്സ്. കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ്, പ്രോഫിറ്റബിലി ഡിപ്പെൻഡ്സ് ഓൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രോഫിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്താണ് പ്രോഫിറ്റബിലിറ്റി വരുന്നത്. അപ്പോൾ ഇൻവോൾവ്സ് പ്രിപ്പയറിങ് കോസ്റ്റ് എസ്റ്റിമേറ്റ്സ് ഓഫ് എ റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വരും. ഐഡൻറ്റിഫൈ ദ ഫാക്ടേഴ്സ് കോസിങ് വേരിയേഷൻ ഇൻ കോസ്റ്റ് ആൻഡ് ചൂസിങ് ദ കോസ്റ്റ് മിനിമൈസിങ് ഔട്ട്പുട്ട് ലെവൽ. കോസ്റ്റ് മിനിമൈസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ലെവൽ അറിയാൻ പറ്റും ചൂസിങ് ചെയ്ത്. നമുക്കൊന്ന് വില കൂട്ടുന്ന പരിപാടിയും ഉണ്ട് കേട്ടാ. നമുക്കൊന്ന് അതൊന്ന് സംസാരിച്ചാലോ. സ്കോപ്പ് ഓഫ് മാനേജൽ എക്കണോമിക്സ്, പ്രൈസിംഗ് ഡിസിഷൻ ആൻഡ് പ്രൈസ് ആൻഡ് പ്രാക്ടീസസ്. പ്രൈസിംഗ് ഡിസിഷൻസ് ആർ ടു ബി ടേക്കൺ ആഫ്റ്റർ കെയർഫുൾ അനാലിസിസ് ഓഫ് ദ മാർക്കറ്റ് ഇൻ വിച്ച് ദ ഫേം ഓപ്പറേറ്റ്സ്, അഫക്ട്സ് ഡിമാൻഡ് ഫോർ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. നമുക്കൊന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന മാനേജ്മെൻ്റ് ഒന്ന് സംസാരിച്ചാലോ. പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും എങ്ങനെ മാനേജ് ചെയ്യും, പ്രോഫിറ്റ് ഉണ്ടാക്കി അതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. സ്കോപ്പ് ഓഫ് മാനേജ് എക്കണോമിക്സ്, പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്. പ്രോഫിറ്റ്സ് ആർ ദ റിവാർഡ് ഫോർ അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക് ബെയറിങ്. ആരും മറക്കരുത് ഈ റിവാർഡ് ഫോർ അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക് ബെയറിങ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ദ മോർ സക്സസ്ഫുൾ എ ഫേം ഈസ് ഇൻ reducing uncertainty, the higher will be the profits earned. Scope of managed economics. Capital management means the planning and control of capital expenditure. Involves selection of most suitable investment project, most efficient allocation of capital, assessing the efficiency of capital, minimizing the possibility of under capitalization or over capitalization. നമുക്കൊന്ന് ഒരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്തൊക്കെ വരും. ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം, ബിസിനസ് സൈക്കിൾ, ഇൻഡസ്ട്രിയൽ പോളിസി, ട്രേഡ് ആൻഡ് ഫിസ്ക്കൽ പോളിസി, ടാക്സേഷൻ പോളിസി, പ്രൈസ് ആൻഡ് ലേബർ പോളിസി, അതൊക്കെയാണ് വരുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ ഫണ്ടമെൻറ്റ്സ് കൺസെപ്റ്റ് ഓഫ് മാനേജ് എക്കണോമിക്സ് നോക്കിയാലോ. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്, പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്, ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ. ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഓഫ് എ മാനേജ് എക്കണോമിക്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസെപ്റ്റ്. By the opportunity cost of a decision, we mean the sacrifice of alternatives required by that decision. For example, the opportunity cost of using a machine to produce one product is the earnings foregone which would have been possible from other products. The opportunity cost of holding rupees 1000 as cash hand for 1 year is the 10% rate of interest which would have been earned had the money have been kept as fixed deposit in bank. It's clear now that opportunity cost
requires ascertainment of sacrifice. If a decision involves no sacrifices, its opportunity cost is nil. For decision making, opportunity costs are the only relevant costs. നമ്മൾ വിചാരിച്ച പോലെ ഇൻക്രിമെൻ്റൽ കോസ്റ്റിനെ പറ്റി നമുക്കൊന്ന് സംസാരിച്ചാലോ. ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഓഫ് മാനേജ് എക്കണോമിക്സ് എന്നാണ് ഇതിൻ്റെ ഹെഡിങ് കൊടുത്തേക്കുന്നത്. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് കൺസെപ്റ്റിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ റവന്യൂസ് ഫോർ എക്കണോമിക് തിയറി. ഇവിടെ തിയറി റെപ്രസെൻ്റ് ചെയ്ത മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂസും പറയുന്ന ഇൻക്രിമെൻ്റൽ കൺസെപ്റ്റ് ഇൻവോൾവിങ് എസ്റ്റിമേറ്റിംഗ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡിസിഷൻ alternative on cost and revenue, emphasizing in the changes in total cost and total revenue resulting from changes in price, products, procedures, investment or whatever may be at stake in the decision. Two basic components വരുമ്പോൾ ഇൻക്രിമെൻ്റൽ വരുമ്പോൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആൻഡ് ഇൻക്രിമെൻ്റൽ റവന്യൂ വരും. ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിൾ മേ be stated as under a decision is obviously a profitable one if it increases revenue more than costs, it decreases some costs to a greater extent than it increases others, it increases some revenues more than it decreases others, and it reduces cost more than revenues. ടൈം കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. മാനേജീരിയൽ എക്കണോമിസ്റ്റേഴ്സ് ആർ ഓൾസോ കൺസേൺഡ് വിത്ത് ദ ഷോർട്ട് റൺ ആൻഡ് ദ ലോങ് റണ്ണും ഉണ്ടാവും, ഷോർട്ട് റണ്ണും ഉണ്ട്. എഫക്റ്റ് ഓഫ് ഡിസിഷൻസ് ആൻഡ് റവന്യൂസ് ആസ് വെൽ ആസ് കോസ്റ്റസ്. ദ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഇൻ ഡിസിഷൻ മേക്കിംഗ് ഈസ് ടു മെയിൻറ്റെയിൻ ദ റൈറ്റ് ബാലൻസ് ബിറ്റ്വീൻ ദ ലോങ് റൺ ആൻഡ് ഷോർട്ട് റൺ കൺസിഡറേഷൻസ്. നമുക്ക് എന്താണ് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന ഹെഡിങ് തുടങ്ങുന്നു. ഡിസ്കൗണ്ടിങ് കൺസെപ്റ്റ്. വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ ഐഡിയാസ് ഇൻ എക്കണോമിക്സ് ദാറ്റ് എ റുപ്പി ടുമാറോ ഈസ് വർത്ത് ലെസ് ദാൻ എ റുപ്പി ടുഡേ. അടുത്ത എക്സാമ്പിൾ. സപ്പോസ് എ പേഴ്സൺ ഈസ് ഓഫേർഡ് എ ചോയ്സ് ടു മേക്ക് ബിറ്റ്വീൻ എ ഗിഫ്റ്റ് ഓഫ് ₹100 ടുഡേ ഓർ ₹100 next year. Naturally, he will choose ₹100 today. This is true for two reasons. The future is uncertain and there may be uncertainty in getting ₹100 if the present opportunity is not avail ചെയ്യുന്നില്ല. even if he is sure to receive the gift. ഗിഫ്റ്റ് നമ്മൾ സ്വീകരിച്ചു. ഗിഫ്റ്റ് ഇൻ ഫ്യൂച്ചർ ടുഡേയ്സ് ₹100 ക്യാൻ ബി ഇൻവെസ്റ്റഡ് സോ ആസ് ടു earn interest say as 8%, so that 1 year after ₹100 will become 108. ഇക്യു മാർജിനൽ കൺസെപ്റ്റ് നമ്മളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ചേട്ടനാണിത് ഇക്യു മാർജിനൽ എന്ന് പറയുന്നത്. The principle deals with the allocation of available resources among the alternative activities. According to this principle, an input should be so allocated that the value added by the last unit is the same in all cases. This generalization is called equal marginal principle. Thus states that available resources input should be so allocated between the alternatives that the marginal productivity gains from the various activities are equalized. Equimarginal concept. The principle deals with the allocation of an available resource among the alternative activities. According to this principle, an input should be so allocated that the value added by the last unit is the same in all cases. The generalization is called equimarginal principle. This states that the available resources inputs should be so allocated between the
alternatives that the marginal productivity gain from the various activities are equalized. എക്സാമ്പിൾസ് കുറേ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഒന്ന് നോക്കിക്കളയാം. One of the fundamental principles of economics is the proposition that in inputs such as labor, it should so allocated among different activities or lines of production that the value added by the last unit is same in all uses. The generalization is known as equimarginal principle എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താണ് ഡിസിഷൻ മേക്കിംഗ്? നമ്മളൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ്. ആക്ട് ഓഫ് ചൂസിങ്, പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ ഇൻഫർമേഷൻ ഇൻ ടു ആക്ഷൻ. മേ ഓർ നോ, may not be result from an immediate problem. Purpose of decision making is to identify a course of action. Core elements of decision making: identification of problem, issue or situation, establishment of criteria, search for alternative solutions or actions, evaluation of alternatives, selection of particular alternatives. ഈ പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നമുക്കൊന്ന് ഫേസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് നോക്കാം. ഡെലിബറേഷൻ, ജഡ്ജ്മെൻറ്റ്, ചോയ്സ്. സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ബിക്കം അവെയർ ഓഫ് ദ സിറ്റുവേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻവെസ്റ്റിഗേറ്റ് ദ നേച്ചർ ഓഫ് ദ സിറ്റുവേഷൻ. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് വരുന്ന ഡിറ്റർമൈൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ സൊല്യൂഷൻ. നാലാമത്തെ സൊല്യൂഷനിൽ വരുന്ന ഡിറ്റർമൈൻ ദ ഓൾട്ടർനേറ്റീവ്സ്. അഞ്ചാമത്തെ സൊല്യൂഷൻ വെയ് ദ കോൺസിക്വൻസ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഇവാലുവേറ്റ്, ആറാമത് വരുന്ന ഇവാലുവേറ്റ് ഓർ പൈലറ്റ് ടെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. ഏഴാമത് വരുന്ന സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ തിരഞ്ഞെടുത്തു, ബെസ്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുത്ത ശേഷം എട്ടാമത് വരുന്ന ഇംപ്ലിമെൻറ്റ് ദ ഡിസിഷൻ, കമ്മ്യൂണിക്കേറ്റ്, ട്രെയിൻഡ് പേഴ്സൺസ്. അടുത്ത ഒമ്പതാം സ്റ്റെപ്പ് വരുമ്പോൾ ഇവാലുവേറ്റ് ദ സൊല്യൂഷൻ അറ്റ് ഇൻ്റർവെൽസ്. പത്താം സ്റ്റെപ്പ് കറക്റ്റ്, ചേഞ്ച് ഓർ വിത്ഡ്രോ ദ സൊല്യൂഷൻ. ഡിഫൈനിങ് എ ഡിസിഷൻ, റെക്കഗ്നീഷൻ ഓഫ് പ്രോബ്ലം അറൈസസ്, diagnosis is made. The manager should first determine or specify his task, the aim or purpose to be achieved. Analyzing a decision. What is the decision for? What will it change? What will it achieve? And whom will it affect? Review factors. Review the different factors which affect a situation. ഫിനാൻഷ്യൽ ആവാം, സോഷ്യൽ ആവാം, പൊളിറ്റിക്കൽ ആവാം. പൊളിറ്റിക്കലി വരുമ്പോൾ ഗവൺമെൻറ് വരും, സോഷ്യലി വരുമ്പോൾ എന്ത് ഇഷ്യൂ വരും, ഫിനാൻഷ്യലി പൈസ ഇടാം. അങ്ങനെയാണ് റിന്യൂവിങ് ഫാക്ടേഴ്സിൽ വരുന്നത്. അനലൈസിങ് പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ. അനലൈസ് ഓൾ ദ പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് ഹാവിങ് എക്സാമിൻഡ് ഓൾ ദ റിലവൻറ്റ് ഫാക്ടേഴ്സ്. ഇറ്റ് ഷുഡ് ബിക്കം ക്ലിയർ that there are a number of courses of action open to us. Choosing the best alternative. A particular course of action is selected from among those which are available. Implementing decision. The process of decision is not complete until it is implemented, and we have learned to live with the consequences. Evaluating decision. The last step is decision making. Is the evaluation of the decision. Sometimes there is vigorous and criticism of the decision that has been made. നമുക്കൊന്ന് ലാസ്റ്റ് PPT ഞാൻ പറയാൻ പോവുകയാണ്. മാനേജ്മെൻറ്റ് ഡിസിഷൻ പ്രോബ്ലം. പ്രോഡക്റ്റ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്, മേക്ക് ഓർ ബൈ, പ്രൊഡക്ഷൻ ടെക്നിക്, സ്റ്റോക്ക് ലെവൽസ്, അഡ്വർടൈസിങ് മീഡിയ, ഇൻറ്റൻസിറ്റി, ലേബർ ഹിയറിംഗ് ആൻഡ് ട്രെയിനിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസിങ്. ഒരു കമ്പനിയാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസും അത് വിറ്റ് വരുമ്പോഴുള്ള ഔട്ട്പുട്ടും, പിന്നെ ഉണ്ടാക്കുകയും ചെയ്യാം വിൽക്കുകയും ചെയ്യാം, മേക്ക് ഓർ ബൈ. പിന്നെ പ്രൊഡക്ഷൻ ടെക്നിക്, അത് കൂട്ടാനുള്ള, പിന്നെ ലെവൽ, സ്റ്റോക്കിൽ ലെവൽ സ്റ്റോക്ക് എത്രയുണ്ട് നോക്കാം, അതറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ പരസ്യം കൊടുക്കുക, പിന്നെ അതിനുള്ള സ്റ്റാഫുകൾ നിയമിക്കുക ഒരു കമ്പനി. അപ്പോൾ ആ സ്റ്റാഫുകൾ ലേബേഴ്സിന് എവിടെയൊക്കെ ട്രെയിനിങ് കൊടുക്കണം, എഫിഷ്യൻ്റായ സ്കിൽഡ് വർക്കേഴ്സിനെ എവിടെയൊക്കെ ചുമതലപ്പെടുത്തണം, അവരെ കറക്റ്റായിട്ട് ചിലർ എലിമിനേഷൻ പ്രോസസ്സ് അതിലാണ് വരുന്നത്.
ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസിങ്, കമ്പനിക്ക് വേണ്ടി എത്ര പേര് പൈസ ഇടുന്നു, എത്ര ഫിനാൻസ് ബാങ്കിങ് ഹെൽപ്പ് സ്വീകരിക്കുന്നു ഫിനാൻസുകൾ വഴി, അങ്ങനെയൊക്കെയുള്ള സഹായങ്ങളാണ് മാനേജർ ഡിസിഷൻ പ്രോബ്ലംസ് വരുന്ന ഈ പോയിൻറ്റ്സ്. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഇന്ന് മാനേജർ എക്കണോമിക്സ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും കൂടി പ്രയോജനപ്പെട്ടെന്ന് തോന്നുന്നു എൻ്റെ ക്ലാസ്. അഭിപ്രായം കമൻറ്റ്സ് വഴി നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.